Good afternoon, all. Good afternoon, Miss. കഴിഞ്ഞ ദിവസം മിസ് എടുത്ത് നോക്കിയോ എല്ലാവരും? നോക്കിയോ? Yes. നോക്കിയായിരുന്നു. ക്ലിയർ ആണോ? മിസ് സെക്യൂരിറ്റി ആൻഡ് അതർ ബെനിഫിറ്റ്സ് വരല്ലേ എടുത്ത് മിസ്? റീസൺ ഫോർ എംപ്ലോയീസ് ജോയിൻ ടു ട്രേഡ് യൂണിയനിലെ മിസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓരോരുത്തർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യേ. ഒന്ന് വായിച്ചു നോക്കിയേ മിസ്, കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? മിസ് സ്റ്റാർട്ട് ചെയ്യട്ടെ ക്ലാസ്. നെക്സ്റ്റ് ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെന്റ് മുതലല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെന്റ് അല്ലേ? തുടങ്ങാം. എല്ലാ ദിവസവും ഇത്രയും ആളുകൾ ഉണ്ടാവാറുള്ളോ ക്ലാസ്സില്? അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പൊ എന്താണ് ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെന്റ് അല്ലേ? എന്താണ് നാലാമത്തെ റീസൺ എന്ന് പറയുന്നത്? എന്താണ് റീസൺ? എന്താണ് നമ്മുടെ എംപ്ലോയീസ് ട്രേഡ് യൂണിയൻസിൽ ചേരാനുള്ള കാരണം? എന്താണ്? ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെന്റ് അല്ലെ? നമ്മുടെ ആ ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങളില് നമ്മുടെ എംപ്ലോയീസിനും കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നോക്കിയേ, if the employees join trade unions, they can actively take part in the management of those matters which are related to their well-being and interest. ഇതാണ് നമ്മുടെ എംപ്ലോയീസ് ട്രേഡ് യൂണിയൻസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാനേജ്മെന്റ് എടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ? അവരുടെ വെൽബീയിങ്സുമായി ബന്ധപ്പെട്ട്, അവരുടെ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ സാലറി, ബെനിഫിറ്റ്സുകൾ, വർക്കിംഗ് അവേഴ്സ്, വർക്ക് സേഫ്റ്റി അല്ലേ? അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ എംപ്ലോയീസിന്റെ വെൽബീയിങ്സും ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനങ്ങളിൽ നമ്മുടെ എംപ്ലോയീസിനും കൂടി ആക്റ്റീവായിട്ട് പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മുടെ ട്രേഡ് യൂണിയൻസിന്റെ നേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് എംപ്ലോയീസ് ആണ് അല്ലെ? അവരിൽ നിന്ന് തന്നെയുള്ള ആളുകളെയാണ് അല്ലെ എംപ്ലോയീസ് നേതാക്കളായി തിരഞ്ഞെടുക്കുന്നത് അല്ലെ? പിന്നെ എന്താണ്, നമ്മുടെ എംപ്ലോയീസിന്റെ താല്പര്യങ്ങളും ഇൻട്രസ്റ്റുകളും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ട്രേഡ് യൂണിയൻസുകൾ നമ്മുടെ മാനേജ്മെന്റിനെ അറിയിക്കുന്നുണ്ടോ?
കൂടാതെ അല്ലെ നമ്മുടെ മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനങ്ങളില് നമ്മുടെ എംപ്ലോയീസിനെയും കൂടി പങ്കെടുക്കുന്നുണ്ട് അല്ലെ, അവർക്കും കൂടി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ട്രേഡ് യൂണിയൻസ് നൽകുന്നുണ്ട് അല്ലെ. ആണോ? അല്ലേ? ഉണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന അവരുടെ വിക്ഷേമവുമായി ബന്ധപ്പെട്ട് അവരുടെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനങ്ങളില് നമ്മുടെ എംപ്ലോയീസിനും ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗമായി ആകാൻ ഇത് കാരണമാകുന്നു. ഓക്കെയാണോ? ഇത് അവരെ അനുവദിക്കുന്നു, ട്രേഡ് യൂണിയൻസ് അനുവദിക്കുന്നു. ഇൻ ദിസ് വേ they can also impact the decision which are taken by the management through collective bargaining between the management and the ട്രേഡ് യൂണിയൻസ് അല്ലെ. അപ്പൊ ഈ രീതിയിൽ നമ്മുടെ മാനേജ്മെന്റും ട്രേഡ് യൂണിയനും തമ്മിലുള്ള കൂട്ടായ വിലപേശലിലൂടെ എന്താണ് മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനങ്ങളിൽ നമ്മുടെ എംപ്ലോയീസിനും സ്വാധീനിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ എംപ്ലോയീസിന്റെ താല്പര്യങ്ങൾ അനുസരിച്ച് തന്നെയായിരിക്കും അല്ലെ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ അവർ തമ്മിൽ ഒരു നെഗോസിയേഷൻ ഒക്കെ നടത്തി തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ മാനേജ്മെന്റും ട്രേഡ് യൂണിയനും തമ്മിലുള്ള ആ ഒരു കൂട്ടായ വിലപേശലിലൂടെ നമ്മുടെ മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്താണ് നമ്മുടെ എംപ്ലോയീസിനും കൂടി സ്വാധീനിക്കാനായി സാധിക്കുന്നു. ഓക്കെയാണോ? ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? എന്താണ് നമ്മുടെ ട്രേഡ് യൂണിയൻസിൽ നമ്മുടെ എംപ്ലോയീസ് ചേരുമ്പോൾ അല്ലെ, അവരതില് പാർട്ടിസിപ്പൻസ് ജോയിൻ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ എംപ്ലോയീസുമായി എടുക്കുന്ന മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനങ്ങളിൽ അവരുടെ ക്ഷേമത്തിന് വേണ്ടി അവരുടെ താല്പര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മുടെ മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്താണ് നമ്മുടെ എംപ്ലോയീസിന് സജീവമായിട്ട് അല്ലെ ആക്റ്റീവായിട്ട് പങ്കെടുക്കാൻ സാധിക്കുന്നു. കൂടാതെ അല്ലെ എന്താണ് ഈ രീതിയിൽ മാനേജ്മെന്റും ട്രേഡ് യൂണിയൻസും തമ്മിലുള്ള കൂട്ടായ വിലപേശലിലൂടെ അല്ലെ കളക്റ്റീവ് ബാർഗെയിനിലൂടെ എടുക്കുന്ന തീരുമാനങ്ങളെ നമ്മുടെ എംപ്ലോയീസിനെ സംബന്ധിച്ച് എടുക്കുന്ന തീരുമാനങ്ങളെ നമ്മുടെ എംപ്ലോയീസിന് സ്വാധീനിക്കാനും സാധിക്കുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് പിയർ പ്രഷർ ആൻഡ് ആഡഡ് റെസ്പെക്ട് അല്ലെ. എന്താണ് നമ്മുടെ പിയർ പ്രഷർ അല്ലെ, നമ്മുടെ സമപ്രായക്കാരെ നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആ ഒരു കൊളീഗ്സിന്റെ പ്രഷർ മൂലം എന്ത് ചെയ്യാറുണ്ട് എംപ്ലോയീസ് ട്രേഡ് യൂണിയൻസിൽ ജോയിൻ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു എംപ്ലോയീസ് ആരെങ്കിലൊക്കെ ട്രേഡ് യൂണിയൻസിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ മറ്റു എംപ്ലോയീസിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ആ ഒരു റെസ്പെക്റ്റിന്റെ ബേസിസിലും നമ്മുടെ എംപ്ലോയീസ് എന്തിൽ ചേരാറുണ്ടെന്ന് ട്രേഡ് യൂണിയൻസില് അംഗങ്ങളാകാറുണ്ട്. അപ്പൊ നോക്കാം ഇല്ലേ, നമ്മിപ്പോ എന്തെങ്കിലും നമ്മുടെ കൂട്ടുകാര് നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്നവരെന്തിനെ നിർബന്ധിക്കുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ ജോയിൻ ചെയ്യാറില്ലേ? ഇല്ലേ? അപ്പൊ എന്താണ് അവരുടെ കൂടെയുള്ള നമ്മുടെ എംപ്ലോയീസിന്റെ കൂടെയുള്ള കൊളീഗ്സിന്റെ പ്രഷർ കൊണ്ട് ചേരാറുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ട്രേഡ് യൂണിയൻസിൽ അംഗങ്ങളായതുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയതിനു ശേഷമൊക്കെ എന്താണ് നമ്മുടെ എംപ്ലോയീസ് ട്രേഡ് യൂണിയനിൽ ജോയിൻ ചെയ്യുന്നു അല്ലെ. അപ്പൊ നോക്കിയേ, മെനി എംപ്ലോയീസ് ജോയിൻ ട്രേഡ് യൂണിയൻസ് ഡ്യൂ ടു the only reason that many of the colleagues are members of it. എന്താണ് നമ്മുടെ എംപ്ലോയീസ് ട്രേഡ് യൂണിയൻസിൽ ചേരാൻ ഒരു റീസൺ എന്ന് പറയുന്നത് എന്താണ്, അവരൊപ്പം വർക്ക് ചെയ്യുന്ന ആ കൊളീഗ്സുകൾ അല്ലെ, എന്താണ് സഹപ്രവർത്തകര് ആ ട്രേഡ് യൂണിയൻസിലെ അംഗങ്ങളായത് മൂലം അവര് ജോയിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് സംടൈംസ് an employee join under peer pressure അല്ലെ. കൂടാതെ എന്താണ് ചില സമയത്ത് അവര് കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു പിയേഴ്സിന്റെ സഹപ്രവർത്തകരുടെ പ്രഷറിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇഫ് he does not do so he finds
to it difficult to do his routine work അല്ലെ. അങ്ങനെ അവർ ജോയിൻ ചെയ്തില്ലെങ്കിൽ അവർ ആ ഒരു റുട്ടീൻ വർക്കുമായി ബന്ധപ്പെട്ട് അല്ലെ അവരുടെ ആ ഒരു പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ അവർ എന്ത് ചെയ്യാറുണ്ടെന്ന് ട്രേഡ് യൂണിയൻസിൽ ജോയിൻ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ പല ഇതിലൊക്കെ ചേർന്നിട്ടുണ്ടാവും അല്ലെ. SFI, KSU അല്ലെ, ASF അല്ലെ, രാഷ്ട്രീയങ്ങളെല്ലാം. അപ്പൊ നമ്മുടെ കൂടെ ഉള്ള ആളുകൾ പറയാറില്ലേ, കൂടെയുള്ള ഫ്രണ്ട്സ് പറയാറുണ്ട് നീയും ജോയിൻ ചെയ്യുന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ചിലപ്പോ അങ്ങനെ നിർബന്ധിക്കുന്നത് മൂലം നമ്മൾ ചേരാറുണ്ട്. ചില സമയത്ത് നമ്മളോട് അത്ര പറഞ്ഞിട്ട് നമ്മ അതിൽ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്നില്ലെങ്കിൽ ചിലപ്പോ നമ്മളുടെ ആ ഫ്രണ്ട്ഷിപ്പ് തന്നെ അവർ വേണ്ടാന്ന് വെക്കുന്നുണ്ട് അല്ലെ. അത്രയും തലക്ക് പിടിച്ച ആൾക്കാര്, രാഷ്ട്രീയത്തില് തലക്ക് പിടിച്ച ആളുകൾ അല്ലെ, ചിലപ്പോ നമ്മളെ കാണുമ്പോൾ മിണ്ടാതിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ വർക്ക് ചെയ്യാൻ കൂടാത്തത് കൊണ്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വേണ്ടാന്ന് വെക്കുന്നവരുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, അതേപോലെ എന്താണ് നമ്മ അതിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ റുട്ടീൻ വർക്കുകള്, നമ്മുടെ സാധാരണ പ്രവർത്തനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാകും എന്ന് കാണുമ്പോഴും നമ്മുടെ എംപ്ലോയീസ് എന്തിൽ ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് ട്രേഡ് യൂണിയൻസിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് the workers or employees who are already the members of trade unions are given great respect by their colleagues അല്ലെ. എന്താണ്, ചില സമയത്ത് ആ ഒരു വർക്കേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് അതിൽ ആദ്യമേ തന്നെ ഓൾറെഡി മെമ്പർ ആണെങ്കിൽ എന്താണ്, അവർക്ക് മറ്റു കൊളീഗ്സുകളിൽ നിന്ന് അല്ലെ, ഇതിൽ അംഗങ്ങളാകാത്ത നമ്മുടെ ട്രേഡ് യൂണിയൻസിൽ ജോയിൻ ചെയ്യാത്ത അംഗങ്ങളിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു റെസ്പെക്ട് ലഭിക്കുന്നു. ഓക്കെ ആണോ? Next, another factor which cultivate the sense of belongingness among union members is that they can discuss their grievance with the leaders and of trade unions. നെക്സ്റ്റ് പറയുന്നത് മറ്റൊരു കാരണം, another factor എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ അവിടുത്തെ ലോസുമായി ബന്ധപ്പെട്ട്, റെഗുലേഷൻസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മുടെ സാലറിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബെനിഫിറ്റ്സുകളുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് എന്താണ് പരാതികൾ ഉണ്ടാവാം അല്ലെ. ആണോ? ഉണ്ടാവാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നമ്മൾ ട്രേഡ് യൂണിയൻസിൽ അംഗങ്ങളാകുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പരാതികള് നമുക്ക് ആ ട്രേഡ് യൂണിയൻസിലെ മെമ്പേഴ്സുമായിട്ട് അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻസിലെ നേതാക്കളുമായിട്ട് നമുക്ക് ചർച്ച നടത്താനുള്ള, ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി നമ്മൾ ട്രേഡ് യൂണിയൻസിൽ അംഗങ്ങളാകുമ്പോൾ ലഭിക്കുന്നുണ്ട്. എന്താണ്, നമ്മൾ ട്രേഡ് യൂണിയൻസിൽ അംഗങ്ങളാകുമ്പോൾ നമ്മുടെ ആ ഒരു വർക്ക് പ്ലേസുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന പരാതികള് ആ ഒരു ട്രേഡ് യൂണിയൻസിലുള്ള അംഗങ്ങളുമായിട്ട് അല്ലെങ്കിൽ അതിലത്തെ നേതാക്കളുമായിട്ട് അല്ലെ, ലീഡേഴ്സുമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി ലഭിക്കുന്നു. ഈ ഒരു കാരണം കൊണ്ട് നമ്മുടെ എംപ്ലോയീസിൽ എന്തിൽ ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് ട്രേഡ് യൂണിയൻസിൽ ജോയിൻ ചെയ്യുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് എംപ്ലോയീസ് ക്യാൻ എക്സ്പ്രസ് ദംസെൽഫ് അല്ലെ. എന്താണ്, എംപ്ലോയീസിന് അവരുടെ അഭിപ്രായങ്ങള്, അവരുടെ തോട്ട്സുകൾ, അവരുടെ ഫീലിങ്സുകൾ, അവരുടെ ഐഡിയാസ് ഒക്കെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ടോ ട്രേഡ് യൂണിയൻസിന് അംഗങ്ങളാകുമ്പോൾ? നമ്മൾ ട്രേഡ് യൂണിയൻസ് എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റുകളും അവരുടെ നീഡ്സുകളും പ്രാവർത്തികമാക്കാനാണ് അല്ലെ, ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ എന്താണ്, നമ്മുടെ എംപ്ലോയീസിന് അവരുടെ ഒപ്പീനിയൻസ്, അവരുടെ ഫീലിങ്സ്, അവരുടെ തോട്ട്സുകള്, അവരുടെ ഐഡിയാസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നൽകുന്നു. അപ്പൊ അതുകൊണ്ടും എന്താണ്, നമ്മുടെ എംപ്ലോയീസ് ട്രേഡ് യൂണിയൻസിൽ അംഗങ്ങളാകുന്നു. നോക്കാം, പറയുന്നത് ടു ഗെറ്റ് എ പ്രോപ്പർ ചാൻസ് ഓർ ഓപ്പർച്യൂണിറ്റി ഫോർ
expressing them oneself remain the topmost wish of many people. Like എന്താണ് നമുക്ക് ശരിയായ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തോട്ട്സുകള്, നമ്മുടെ ഫീലിങ്സുകള്, നമ്മുടെ ഐഡിയാസ് ഒക്കെ നമുക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരു ചാൻസ് ലഭിക്കുക എന്നുള്ളത് മിക്ക ആളുകളുടെയും ആഗ്രഹമാണ് അല്ലെ, വിശ്വസാണ് അല്ലെ. ഇപ്പൊ നിങ്ങൾ മക്കളോട് പറയാറുണ്ടോ എനിക്ക് പഠിക്കുന്ന കാലത്ത് അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല എന്ന് പറയാറുണ്ടാണെങ്കിലും നമ്മുടെ തോട്ട്സുകള് നിങ്ങൾക്ക് എന്തോരം അവസരങ്ങളുണ്ട് അല്ലെ, പറഞ്ഞിട്ടുണ്ടാണെങ്കിലും പറയാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, അത് എല്ലാവരുടെ ആഗ്രഹമാണ് അല്ലെ. അവരുടെ തോട്ട്സുകള്, അവരുടെ ചിന്തകള്, അവരുടെ അഭിപ്രായങ്ങള്, അവരുടെ ഐഡിയാസ് ഒക്കെ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക എന്നുള്ളത് എല്ലാ ആളുകളെ ആഗ്രഹമല്ലേ? എനിക്കില്ലേ അങ്ങനെ ആഗ്രഹമില്ലേ? നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഹസ്ബൻഡിനോടൊക്കെ പറയാറുണ്ട് അല്ലെ, എനിക്കും കൂടി അഭിപ്രായ സ്വാതന്ത്ര്യം തരാൻ പറയാറില്ലേ? ആരും പറയാറില്ല? എന്താണ് ബാക്കിയുള്ള പറയാറുണ്ട് അല്ലെ. എന്താണ് എല്ലാവരുടെയും, എല്ലാ മനുഷ്യരുടെ ആഗ്രഹമാണ് അവരുടെ ഐഡിയാസും അവരുടെ തോട്ട്സുകളും അവരുടെ ഫീലിങ്സ് ഒക്കെ തുറന്നു പറയാൻ ഒരു അവസരം ലഭിക്കുക എന്നുള്ളത് എല്ലാവരുടെ ആഗ്രഹമാണ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എവറി പേഴ്സൺ വിഷസ് ടു ഷെയർ ഹിസ് ഫീലിങ്സ്, ഒപ്പീനിയൻ, തോട്ട്സ് ആൻഡ് ഐഡിയാസ് വിത്ത് അതേഴ്സ്. മിസ് ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്. എന്താണ് എല്ലാ ആളുകളുടെയും, എവറി പേഴ്സൺ, മിക്ക ആളുകളുടെയും ആഗ്രഹം എന്താണ്, അവർക്ക് അവരുടെ ഫീലിങ്സുകൾ അല്ലെ, അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ ചിന്തകൾ, അവരുടെ ഐഡിയാസ് ഒക്കെ മറ്റുള്ളവരുമായി പങ്കിടുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ഇൻ ദ സെയിം വേ they want the management to listen to them. അതേപോലെ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എംപ്ലോയീസ് എന്ത് പറയാറുണ്ട്, എന്താഗ്രഹിക്കാറുണ്ട്, അവരുടെ ഈ കാര്യങ്ങൾ അല്ലെ, അവരുടെ ചിന്തകള്, അവരുടെ പറയാനുള്ള കാര്യങ്ങള് എംപ്ലോയീസിൽ കേൾക്കാന്നുള്ളതും അവർ ആഗ്രഹിക്കാറുണ്ട് അല്ലെ. എംപ്ലോയീസ് ആഗ്രഹിക്കാറുണ്ടോ? ആഗ്രഹിക്കാറുണ്ടോ? ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? വിഷ്ണു ആഗ്രഹിക്കാറുണ്ടോ വിഷ്ണുവിന് പറയാനുള്ള കാര്യങ്ങള് അവിടുത്തെ മാനേജ്മെന്റ് കേൾക്കണം എന്ന്? വിഷ്ണുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് വർക്ക് ചെയ്യുന്നവര് ആഗ്രഹിക്കാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, നമ്മുടെ ഈ ഓരോ പേഴ്സണും അങ്ങനെ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ എംപ്ലോയീസും എന്താഗ്രഹിക്കുന്നുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ ഐഡിയാസ് ഒക്കെ നമ്മുടെ മാനേജ്മെന്റ് കേട്ടിരുന്നെങ്കിൽ ലിസൺ ചെയ്യണം എന്ന് നമ്മുടെ എംപ്ലോയീസും ആഗ്രഹിക്കുന്നുണ്ട്. ദിസ് ഈസ് ഓൺലി പോസിബിൾ ബൈ യൂസിങ് ട്രേഡ് യൂണിയൻ ആസ് ദ പ്ലാറ്റ്ഫോം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള തങ്ങളുടെ കാര്യങ്ങള് നമ്മുടെ മാനേജ്മെന്റ് കേൾക്കുന്നതിനുള്ള പോസിബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എന്താണ്, അവര് ട്രേഡ് യൂണിയൻസിൽ അംഗങ്ങളാകുക എന്നുള്ളതാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് a trade union not only helps employees to discuss their ideas, issues, grievances and opinion, but it also communicates them to the management അല്ലെ. നമ്മുടെ ട്രേഡ് യൂണിയൻസുകള് നമ്മുടെ എംപ്ലോയീസിന്റെ അഭിപ്രായങ്ങള്, അവരുടെ ഐഡിയാസ്, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ പരാതികളൊക്കെ കേൾക്കുക മാത്രമല്ല ചെയ്യുന്നത്. അവർ കേട്ടാൽ മാത്രം മതിയോ? പോരാ അല്ലെ. അവര് എന്ത് ചെയ്യണം, നമ്മുടെ എംപ്ലോയീസിന് പറയാനുള്ള കാര്യങ്ങള് മാനേജ്മെന്റിനെ അറിയിക്കണോ, അവരുമായി കമ്മ്യൂണിക്കേഷൻ നടത്തണം അല്ലെ. എംപ്ലോയീസിന് ഇന്ന കാര്യങ്ങളുണ്ട് അല്ലെ, ഇന്ന പരാതികളുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ മാനേജ്മെന്റിനെ അറിയിക്കണ്ടേ. അപ്പൊ എന്താണ്, നമ്മുടെ ട്രേഡ് യൂണിയൻസ് നമ്മുടെ എംപ്ലോയീസുമായിട്ട് അവരുടെ ഐഡിയാസ്, അവരുടെ ഇഷ്യൂസ്, അവരുടെ ഗ്രീവൻസസ്, പരാതികള്, അവരുടെ അഭിപ്രായങ്ങള് ചർച്ച നടത്തുക മാത്രമല്ല അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മാനേജ്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് such a collective voice or opinion of the employees is heard and given due to attention by the management
ഡ്യൂറിങ് പോളിസി ഡിസിഷൻ അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള നമ്മുടെ ട്രേഡ് യൂണിയൻസിന്റെ ആ ഒരു കളക്റ്റീവ് വോയിസിലൂടെ അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയീസിന്റെ ഒപ്പീനിയൻസിലൂടെ അല്ലെ അഭിപ്രായങ്ങൾ എന്താണ് നല്ല ശ്രദ്ധ കൊടുത്ത് നമ്മുടെ മാനേജ്മെന്റ് കേൾക്കുകയും അതിന് വേണ്ട പോളിസി ഡിസിഷനുകൾ അല്ലെ നിർമ്മിക്കുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? ഒക്കെയാണോ എല്ലാവർക്കും? അപ്പൊ നമ്മ പറഞ്ഞ ഒരു ഇൻഡിവിജ്വൽ മാത്രം അവർക്ക് വേണ്ട കാര്യങ്ങൾ മാനേജ്മെന്റിലെ പറയുമ്പോൾ ചിലപ്പോൾ അത്രയും അവർക്കൊരു പവർ ലഭിക്കുന്നില്ല അല്ലെ. എംപ്ലോയീസ് ഒറ്റക്ക് പറയുമ്പോൾ അവരൊരു കൂട്ടായി ട്രേഡ് യൂണിയൻസിലൊക്കെ ചേർന്ന് അവര് പറയുമ്പോൾ എന്താണ്, അവരൊരു കളക്റ്റീവ് വോയിസ് ലഭിക്കുകയാണ് അല്ലെ. കൂട്ടായ ഒരു വോയിസ് ലഭിക്കുകയാണോ? അങ്ങനെയുള്ള കൂട്ടായ വോയിസിലൂടെ, ശബ്ദത്തിലൂടെ അല്ലെങ്കിൽ കൂട്ടായ അഭിപ്രായങ്ങളിലൂടെ എന്താണ് നമ്മുടെ മാനേജ്മെന്റ് നമ്മുടെ എംപ്ലോയീസിന് പറയാനുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോളിസികൾ നിർമ്മിക്കുകയും ഡിസിഷൻ എടുക്കുകയും ചെയ്യുന്നു. ഓക്കെയാണോ? ഓക്കെ. നിയമപരമായ അല്ലെങ്കിൽ നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കളക്റ്റീവ് ബാർഗൈനിങ്ങുകളും കളക്റ്റീവ് വോയിസുകൾക്കും നമ്മുടെ മാനേജ്മെന്റ് കൂടുതൽ ശ്രദ്ധ നൽകുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ബെറ്റർ എംപ്ലോയി ആൻഡ് ഫോർ എംപ്ലോയർ റിലേഷൻ അല്ലെ. ആണോ? ട്രേഡ് യൂണിയൻസിൽ അംഗങ്ങളാകുമ്പോൾ നമ്മുടെ എംപ്ലോയിയും എംപ്ലോയറും തമ്മിലുള്ള റിലേഷൻ ബെറ്റർ ആകുന്നുണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ നോക്കിയേ, ബെറ്റർ എംപ്ലോയർ റിലേഷൻ എന്നുള്ളത് കൊണ്ട് നമ്മുടെ എംപ്ലോയീസ് ട്രേഡ് യൂണിയൻസിൽ അംഗങ്ങളാകുന്നു. എംപ്ലോയീസ് വാണ്ട് ടു ജോയിൻ ദ ട്രേഡ് യൂണിയൻസ് because they feel that this union can fulfill essential needs and can maintain proper relation between them and the management അല്ലെ. എന്താണ്, നമ്മുടെ ജീവനക്കാർ യൂണിയനിൽ, നമ്മുടെ ട്രേഡ് യൂണിയൻസിൽ ചേരാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്താണ്, ഈ യൂണിയൻ അല്ലെ, ഈ ട്രേഡ് യൂണിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നുണ്ടോ? നിറവേറ്റാൻ കഴിയുമെന്നും അല്ലെ അവരും മാനേജ്മെന്റും തമ്മിൽ ശരിയായ ബന്ധം നിലനിർത്താൻ കാരണമാണെന്നും നമ്മുടെ എംപ്ലോയീസ് വിശ്വസിക്കുന്നു അല്ലെ. ഇതാണ് നമ്മുടെ എംപ്ലോയീസ് ട്രേഡ് യൂണിയൻസിൽ ചേരാൻ കാരണം. മറ്റൊരു ആഗ്രഹം കാരണം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ട്രേഡ് യൂണിയൻസ് നമ്മുടെ എംപ്ലോയീസിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെ ആവശ്യങ്ങള് നിറവേറ്റാൻ നമ്മുടെ ട്രേഡ് യൂണിയൻസിന് കഴിയുമെന്നും കൂടാതെ നമ്മുടെ എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിലുള്ള ഒരു നല്ല റിലേഷൻ ഇവർക്ക് നിലനിർത്താൻ കഴിയുമെന്നും നമ്മുടെ എംപ്ലോയീസ് വിശ്വസിക്കുന്നു. Trade unions have also helped in the peaceful solution of the problem of employees with the management of the company. അല്ലെ. എന്താണ്, നമ്മുടെ കമ്പനിയുടെ മാനേജ്മെന്റുമായുള്ള ജീവനക്കാരുടെ പ്രശ്നങ്ങൾ എന്താണ് നമ്മൾ ട്രേഡ് യൂണിയൻസിന് സമാധാനപരമായി പരിഹരിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലേ? അവരുമായിട്ട് കളക്റ്റീവ് ബാർഗൈനിങ്ങും കൂട്ടായ ചർച്ചകളൊക്കെ നടത്തിങ്ങാണ്ട് പരിഹരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ട്രേഡ് യൂണിയൻസ് നമ്മുടെ കമ്പനി മാനേജ്മെന്റും നമ്മുടെ എംപ്ലോയീസും തമ്മിലുള്ള പ്രശ്നങ്ങള് നമ്മുടെ ട്രേഡ് യൂണിയൻസിനെ സമാധാനപരമായിട്ട് പരിഹരിക്കാൻ സാധിക്കുന്നു എന്നും നമ്മുടെ എംപ്ലോയീസ് വിശ്വസിക്കുന്നു. ഓക്കെയാണോ? യൂണിയനുകളെ സഹായിക്കുന്നു. ഓക്കെയാണോ? അപ്പൊ നമ്മുടെ ട്രേഡ് യൂണിയൻസില് എംപ്ലോയീസിന് ജോയിൻ ചെയ്യാൻ 7 കാരണങ്ങളാണ് അല്ലെ പറയുന്നത്. 7 റീസൺസ് ആണ് പറയുന്നത് അല്ലെ. ഫസ്റ്റത്തെ എന്തായിരുന്നു? ഇൻക്രീസിങ് ബാർഗെയിനിങ് പവർ അല്ലെ. എന്താണ്, അവർ ഒറ്റയ്ക്ക് ബാർഗെയിൻ ചെയ്യുമ്പോൾ എന്താണ്, ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ എംപ്ലോയീസ് ഒറ്റയ്ക്ക് ബാർഗെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ മാനേജ്മെന്റിന്റെ അത്രയും വോയിസ് അവർക്ക് ലഭിക്കുന്നുണ്ടോ, പവർ ലഭിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പൊ ആ ഒരു പവർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് പറയുന്നത് എന്താണ്, നമ്മുടെ എംപ്ലോയീസിന്റെ ഇടയിൽ അല്ലെ ഡിസ്ക്രിമിനേഷൻ വരാം അല്ലെ.
ആണോ? പ്രൊമോഷന്റെ കാര്യങ്ങളില്, സാലറിയുടെ കാര്യത്തില്, അല്ലെ? ആണോ? പറയേ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ട്രേഡ് യൂണിയൻസിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? സെക്യൂരിറ്റി ആൻഡ് അതർ ബെനിഫിറ്റ്സുകൾ, അല്ലെ? നമ്മുടെ എന്താണ് മാനേജ്മെന്റിൽ നിന്ന് നമ്മുടെ സെക്യൂരിറ്റിയും സുരക്ഷിതത്വവും മറ്റു ബെനിഫിറ്റ്സുകളും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നമ്മുടെ മാനേജ്മെന്റ് നമ്മുടെ നമ്മളുമായി എടുക്കുന്ന തീരുമാനങ്ങളിൽ നമുക്ക് പങ്കാളിത്തം ലഭിക്കുന്നതിന് വേണ്ടി. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരുടെ ആ ഒരു പ്രഷർ, സമ്മർദ്ദം കൊണ്ടും, പിന്നെ എന്താണ്? ആ ഒരു ട്രേഡ് യൂണിയൻസിലെ അംഗങ്ങളായ മറ്റു മെമ്പേഴ്സിന് നമുക്ക് കൊടുക്കുന്ന ആ ഒരു റെസ്പെക്റ്റും കണ്ടിട്ട് എന്ത് ചെയ്യാറുണ്ട്? അവര് ട്രേഡ് യൂണിയൻസിലെ അംഗങ്ങളാകുന്നു. നെക്സ്റ്റ് എന്താണ്? നമ്മുടെ എംപ്ലോയീസിന് അവരുടെ കാര്യങ്ങൾ, അല്ലെ? അവരുടെ ഐഡിയാസ്, അവരുടെ ഒപ്പീനിയൻസ്, അവരുടെ ഫീലിങ്സുകൾ, അവരുടെ തോട്ട്സുകൾ എക്സ്പ്രസ് ചെയ്യാനുള്ള കാരണം കൊണ്ട് അവരെന്ത് ചെയ്യാറുണ്ട്? ട്രേഡ് യൂണിയൻസിൽ ജോയിൻ ചെയ്യാറുണ്ട്. ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എംപ്ലോയർ തമ്മിലുള്ള ആ ഒരു ബെറ്റർ റിലേഷൻ കൊണ്ടുവരാനും നമ്മുടെ ട്രേഡ് യൂണിയൻസ് സഹായിക്കുന്നുണ്ട് എന്ന കാരണത്താലും നമ്മുടെ എംപ്ലോയീസ് ട്രേഡ് യൂണിയൻസിൽ അംഗങ്ങളാകുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് ട്രേഡ് യൂണിയൻസ്. ട്രേഡ് യൂണിയൻസിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെ? നെക്സ്റ്റ് എന്താണ്? ഫോളോയിങ് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രേഡ് യൂണിയൻ. നമ്മുടെ ട്രേഡ് യൂണിയൻസിന്റെ ഒബ്ജക്റ്റീവ്സ് താഴെ തന്നിരിക്കുന്നു. ഫസ്റ്റ് പറയുന്നത് എന്താണ്? ടു പ്രൊവൈഡ് ഇൻകം സെക്യൂരിറ്റി, അല്ലെ? എന്താണ്? അവരുടെ വരുമാനത്തിന് സുരക്ഷ നൽകുന്നുണ്ടോ ട്രേഡ് യൂണിയൻസ്? അപ്പൊ നോക്കിയേ, trade unions use collective actions for getting their work done, which is generally related to the improvement of wages of the employees as well as better working conditions, അല്ലെ? എന്താണ്? ജീവനക്കാരുടെ ആ ഒരു കണ്ടീഷൻ മെച്ചപ്പെടുത്തുന്നതിനും എന്താണ്? നല്ല മെച്ചപ്പെട്ട ജോലി സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി നമ്മുടെ ട്രേഡ് യൂണിയൻസ് കൂട്ടായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു, അല്ലെ? കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ട്രേഡ് യൂണിയൻസ് നമ്മുടെ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള വേജസ് വാങ്ങിക്കൊടുക്കുന്നത്, അവരുടെ വർക്കിംഗ് കണ്ടീഷൻ ബെറ്റർ ആക്കുന്നതൊക്കെ, അല്ലെ? നമ്മുടെ മാനേജ്മെന്റുമായിട്ട് നമ്മുടെ ട്രേഡ് യൂണിയൻസ് എടുക്കുന്ന കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയാണ്, അല്ലെ? ചർച്ചകളൊക്കെ നടത്തി നമ്മുടെ എംപ്ലോയീസിൽ നിന്ന് അവരുടെ ഇൻട്രസ്റ്റുകളും അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കേട്ട്, അല്ലെ? ആണോ? അപ്പൊ എന്താണ്? കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എംപ്ലോയീസിന്റെ വേജസ്, അല്ലെ? എന്താണ്? വരുമാനങ്ങള് എന്താണ്? ഇംപ്രൂവ്മെന്റ് നടത്തുന്നു, അല്ലെ? വർദ്ധിപ്പിക്കുന്നു. കൂടാതെ നമുക്കുടെ എംപ്ലോയീസിന്റെ വർക്കിംഗ് കണ്ടീഷൻ ബെറ്റർ ആക്കുകയും ചെയ്യുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ എംപ്ലോയീസിന് ഒരു നല്ല വർക്കിംഗ് എൻവയോൺമെന്റ്, അല്ലെ? എന്താണ്? നല്ല രീതിയിൽ ജോലി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ ട്രേഡ് യൂണിയൻസ് നടത്തുന്നു, അല്ലെ? ഉപയോഗിക്കുന്നു. അതിൽ എന്തൊക്കെ പെടാം? ജനറലി റിലേറ്റഡ് ടു എന്താണ്? നമ്മുടെ എംപ്ലോയീസിന്റെ സാലറി കൂട്ടുക, അവരുടെ വർക്കിംഗ് കണ്ടീഷൻ ബെറ്റർ ആക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നു. നെക്സ്റ്റ് പറയുന്നത് hence it can be said that trade unions make effort to improve the economic aspects of the employees life, അല്ലെ? എന്താണ്? അപ്പൊ നമുക്ക് എന്ത് പറയാം? സാലറി വേജസ് കൂട്ടുന്നുണ്ട്, അവർക്കൂടെ വർക്ക് കണ്ടീഷൻ ബെറ്റർ ആക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് എന്ത് പറയാം? ട്രേഡ് യൂണിയൻസ് എന്തിനു വേണ്ടിയിട്ടാണ് എഫേർട്ട് എടുക്കുന്നത്? തൊഴിലാളികളുടെ ജീവിത സാമ്പത്തിക വശങ്ങൾ, അല്ലെ? എക്കണോമിക് ആസ്പെക്ട്സ് ആണോ വേജസ് കൂട്ടുന്നതിലൂടെയും മറ്റ് ബെനിഫിറ്റ്സുകളുടെയും ട്രേഡ് യൂണിയൻസ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ എന്താണ്? അതിനാല് നമ്മുടെ തൊഴിലാളികളുടെ എംപ്ലോയീസിന്റെ സാമ്പത്തിക വശങ്ങൾ മെച്ചപ്പെടുത്താൻ ട്രേഡ് യൂണിയനുകൾ ശ്രമിക്കുന്നുണ്ടെന്ന്
പറയാം. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ട്രേഡ് ഒന്നുകൂടെ മിസ് പറയാം. ട്രേഡ് യൂണിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എംപ്ലോയീസിന്റെ വർക്ക് അല്ലെ, ജോലി നല്ല രീതിയിൽ ചെയ്യുന്നതിന് വേണ്ട കളക്റ്റീവ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പൊ അത് ആ ഒരു വർക്ക് ഇംപ്രൂവ് ചെയ്യുക, നല്ല രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ എന്തൊക്കെ പെടുന്നുണ്ട്? അവരുടെ സാലറി അല്ലെ, വേജസുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട്. അവരുടെ വർക്കിംഗ് കണ്ടീഷൻ അല്ലെ, ഒരു എംപ്ലോയീസിന്റെ വർക്ക് ചെയ്യുന്ന ആ ഒരു കണ്ടീഷൻ ബെറ്റർ ആണ് അല്ലെ. എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്, സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ. പഠിച്ചില്ലേ നമ്മ? ഓർമ്മയുണ്ടോ? പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ടെക്നോളജിക്കൽ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ എംപ്ലോയീസ് നൽകുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ട്രേഡ് യൂണിയൻസ് ശ്രമിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനാൽ എന്താണ്? നമ്മുടെ തൊഴിലാളികളുടെ ജീവിതത്തിന്റെ ആ ഒരു എക്കണോമിക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ട്രേഡ് യൂണിയൻസ് ശ്രമിക്കുന്നില്ലേ? ശ്രമിക്കുന്നുണ്ടെന്ന് പറയാം. നെക്സ്റ്റ് പറയുന്നത് ടു പ്രൊവൈഡ് ജോബ് സെക്യൂരിറ്റി അല്ലെ. എന്താണ് ട്രേഡ് യൂണിയന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയാം അല്ലെ, ഒബ്ജക്റ്റീവ് പറയാം അല്ലെ. ജോബ് സെക്യൂരിറ്റി ആണോ? അപ്പൊ എന്താണ്? ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദി ട്രേഡ് യൂണിയൻ ഈസ് ടു പ്രൊട്ടക്ട് ദ ജോബ് ഓഫ് ദി എംപ്ലോയീസ്. നമ്മുടെ ട്രേഡ് യൂണിയൻസിന്റെ പ്രധാന ലക്ഷ്യം, മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എംപ്ലോയീസിന്റെ ജോലി സംരക്ഷിക്കുക, പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് ട്രേഡ് യൂണിയൻസ് കം ടു ഹെൽപ് ദ എംപ്ലോയീസ്, സെക്യൂരിറ്റി കൊടുക്കുക അല്ലെ. ഹെൽപ് ദ എംപ്ലോയീസ് whenever an employee's job is likely to be terminated by the management through punishment like dismissal or discharge, layoff, retrenchment or compulsory retirement. അപ്പൊ നമ്മുടെ എംപ്ലോയീസിനോട് മാനേജ്മെന്റ് ചില പണിഷ്മെന്റുകൾ ചെയ്യാറുണ്ട് അല്ലെ, ഡിസ്മിസൽ ചെയ്യാറുണ്ട് അല്ലെ. ഡിസ്മിസൽ എന്ന് പറഞ്ഞാൽ ഡിസ്മിസലും ഡിസ്ചാർജും. എന്താണ് ഡിസ്മിസൽ എന്ന് പറഞ്ഞാല്? നമ്മുടെ പെരുമാറ്റ ദൂഷ്യങ്ങൾ കാരണം അല്ലെ, ബിഹേവിയറൽ പ്രോബ്ലംസ് കാരണം, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ പാലിക്കാത്തത് കാരണം നമ്മളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാറുണ്ട് അല്ലെ, പിരിച്ചുവിടുന്നു. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചില ആളുകൾ എന്താണ്, കമ്പനിയിൽ കുറച്ച് നാളുകൾക്ക് ഒരു കോൺട്രാക്ട് ബേസിൽ കയറിയതായിരിക്കാം അല്ലെ. അപ്പൊ ആ ഒരു കോൺട്രാക്ട് പീരീഡ് അവസാനിച്ചു കഴിഞ്ഞാൽ അവരെ പറഞ്ഞു വിടില്ലേ? അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊജക്ടിന്റെ ഭാഗമായിട്ടൊക്കെ ചിലപ്പോ കമ്പനിയിൽ ജോയിൻ ചെയ്യാറുണ്ട് അല്ലെ, ആണോ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് അവരെ ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ അവരെ പറഞ്ഞേക്കാം. അപ്പൊ അങ്ങനെയുള്ള ഡിസ്ചാർജസ്, ലേ ഓഫ്, റിട്രെഞ്ച്മെന്റ്, ഇതൊക്കെ മിസ് ഫസ്റ്റ് എടുത്താണെങ്കിൽ അതൊന്നും പറയണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള, അതല്ലെങ്കിൽ എന്താണ്, കമ്പൽസറി ആയിട്ട് അവർക്ക് റിട്ടയർമെന്റ് കൊടുത്ത് പറഞ്ഞു വിടാം. അപ്പൊ അങ്ങനെയുള്ള പണിഷ്മെന്റുകള് നമ്മുടെ മാനേജ്മെന്റ് എംപ്ലോയീസിനോട് നടപ്പിലാക്കുമ്പോൾ അവിടെ ആര് നമ്മുടെ എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ട്രേഡ് യൂണിയൻസ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മുടെ ട്രേഡ് യൂണിയൻസ് നമ്മുടെ എംപ്ലോയീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ആ സമയത്ത് നമ്മുടെ ട്രേഡ് യൂണിയൻസ് strongly resist such moves of management in order to protect the employees job. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ട്രേഡ് യൂണിയൻസ്? ഇത്തരത്തിലുള്ള മൂവ്സുകളെ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ എന്താണ്, സ്ട്രോങ് ആയിട്ട് ശക്തമായി എതിർക്കുകയും എംപ്ലോയീസിന്റെ ജോലിയെ അവര് പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നു, സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? അതറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. Hence it can be said that trade unions are a means of protection for the employees
which prevent them from irrational and harsh policies and procedures of the management and company. അതിനാൽ നമ്മുടെ മാനേജ്മെന്റിന്റെയും നമ്മുടെ കമ്പനിയുടെയും യുക്തിരഹിതവും കഠിനവുമായിട്ടുള്ള നയങ്ങളിൽ നിന്നും നടപടിക്രമങ്ങളിൽ നിന്നും എന്താണ് ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗം കൂടിയാണ് അല്ലെ ട്രേഡ് യൂണിയൻസ് അല്ലെ. നമ്മുടെ മാനേജ്മെന്റിന്റെയും നമ്മുടെ കമ്പനിയുടെയും എന്താണ് യുക്തിരഹിതവും അല്ലെ ഇറേഷണൽ ആൻഡ് ഹാർഷ് പോളിസീസ് അല്ലെ കഠിനമായിട്ടുള്ള നയങ്ങളിൽ നിന്നും നടപടിക്രമങ്ങളിൽ നിന്നും നമ്മുടെ എംപ്ലോയീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള ഒരു മാർഗം കൂടിയാണ് ട്രേഡ് യൂണിയൻ എന്ന് പറയാം. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ടു പ്രിസർവ് ആൻഡ് ഡെവലപ്പ് ഫിസിക്കൽ സെക്യൂരിറ്റി അല്ലേ. അവർക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ജോബ് സെക്യൂരിറ്റി ആണ്. നെക്സ്റ്റ് അവർക്ക് എന്താണ് ഒരു ഫിസിക്കൽ സെക്യൂരിറ്റി ഡെവലപ്പ് ചെയ്യുകയും അത് നിലനിർത്തുകയും ചെയ്യുന്നുണ്ടോ? അപ്പൊ എന്താണ് trade unions also work for a upkeep of health and safety of the employees അല്ലെ. എന്താണ് നമ്മുടെ ട്രേഡ് യൂണിയനുകള് നമ്മുടെ ജീവനക്കാരെ സുരക്ഷിതത്തിനായി സഹായിക്കാൻ ശ്രമിക്കുന്നു അല്ലെ. അവരുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് അവരുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് ആണോ? ആണ് അല്ലെ. അപ്പൊ നോക്കിയേ next in this regard they talk to the management of the company to abide by the provision related to employees safety അല്ലെ. എന്താണ് നമ്മുടെ in this regard അല്ലെ എന്ന് വെച്ചാല് ഇക്കാര്യത്തില് എന്താണ് നമ്മുടെ മാനേജ്മെന്റുമായിട്ട് അവർ സംസാരിക്കുന്നുണ്ടോ ട്രേഡ് യൂണിയൻസ്? എംപ്ലോയീസിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാനേജ്മെന്റ് കമ്പനി മാനേജ്മെന്റുമായിട്ടും നമ്മുടെ ട്രേഡ് യൂണിയൻസ് സംസാരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഇൻ ദിസ് റിഗാർഡ് നമ്മുടെ എംപ്ലോയീസിന്റെ ഫിസിക്കൽ സെക്യൂരിറ്റി നൽകുന്നതിന് വേണ്ടി അല്ലെ അവർക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അല്ലെ അവര് ആരോഗ്യപരമായിട്ടും അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ എംപ്ലോയീസിന്റെ സുരക്ഷിതത്വമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസ്ഥകള് നടപ്പിലാക്കാൻ നമ്മുടെ ട്രേഡ് യൂണിയൻസ് മാനേജ്മെന്റുമായി സംസാരിക്കുന്നു. They also exert pressure for maintaining an appropriate physical environment at the workplace അല്ലെ. എന്താണ് നമ്മുടെ എംപ്ലോയീസിന് ജോലി സ്ഥലത്ത് അനുയോജ്യമായിട്ടുള്ള ഭൗതിക അന്തരീക്ഷം നൽകുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ ട്രേഡ് യൂണിയൻസ് സമ്മർദ്ദം ചെലുത്തുന്നു, പ്രഷർ ചെലുത്തുന്നു. ഒക്കെയാണോ? ഇപ്പൊ വലിയ വലിയ മെഷീനറീസ് വലിയ വലിയ എക്യുപ്മെന്റുകൾ അല്ലെങ്കിൽ മൈനിങ് സെക്ഷനിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് സെക്യൂരിറ്റി കൊടുക്കണം അല്ലെ. പ്ലാന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ആണോ? അപ്പൊ എന്താണ് അങ്ങനെയുള്ള ജോലി സ്ഥലത്ത് അനുയോജ്യമായിട്ടുള്ള ഒരു ഭൗതിക ഫിസിക്കൽ എൻവയോൺമെന്റ് അല്ലെ ഒരു ഭൗതിക അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ട്രേഡ് യൂണിയൻസ് നമ്മുടെ മാനേജ്മെന്റില് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയില് ഒരുപാട് സമ്മർദ്ദം ചെലുത്തുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ടു പ്രൊവൈഡ് സോഷ്യൽ സെക്യൂരിറ്റി എന്താണ് നമ്മുടെ എംപ്ലോയീസിന് സോഷ്യൽ സെക്യൂരിറ്റി നൽകുന്നു. നെക്സ്റ്റ് അതെന്താണ് നോക്കിയേ. ട്രേഡ് യൂണിയൻസ് try to help employees for secure and
and peaceful life after retirement അല്ലെ. നമ്മുടെ ട്രേഡ് യൂണിയൻസ് എന്തിന് സഹായിക്കുന്നുണ്ടെന്ന്, ട്രൈ ചെയ്യുന്നുണ്ടെന്ന്, എംപ്ലോയീസിന്റെ സെക്യൂറിന് വേണ്ടിയിട്ട് അല്ലെ, സുരക്ഷിതത്വത്തിനായി സഹായിക്കാൻ ശ്രമിക്കുന്നു. ആൻഡ് പീസ്ഫുൾ ലൈഫ് ആഫ്റ്റർ റിട്ടയർമെന്റ് അല്ലെ. എന്താണ് അവിടെ, എന്താണ് റിട്ടയർമെന്റിന് ശേഷം അവർക്ക് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. നമുക്ക് റിട്ടയർമെന്റിന് ശേഷം സമാധാനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ നെഗോഷിയേറ്റിംഗ് വിത്ത് ദ മാനേജ്മെന്റ് ഓഫ് ദി കമ്പനി അബൌട്ട് ദ പ്രോപ്പർ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആൻഡ് അതർ എലമെന്റ്സ് അല്ലെ. നമുക്ക് റിട്ടയർമെന്റിന് ശേഷം നമുക്ക് ആ ഒരു സമയത്തേക്ക് ആയിട്ട് ഒരുപാട് അസുഖങ്ങളൊക്കെ വരുന്നത് അല്ലെ, ആണോ? ഫിസിക്കലായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നത് അല്ലെ. ആ സമയത്ത് നമുക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്, ഒരുപാട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാല് നമുക്ക് പീസ്ഫുൾ ലൈഫ് ആയിരിക്കോ? ഇല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് വിരമിക്കലിന് ശേഷം നമ്മുടെ കമ്പനിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കണം അല്ലെ. അതർ ബെനിഫിറ്റ്സുകൾ, റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, പെൻഷൻ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ബെനിഫിറ്റ്സുകളും റിട്ടയർമെന്റ് ബെനിഫിറ്റ്സുകളും മറ്റ് അലവൻസുകളും ഒക്കെ കുറിച്ച് കമ്പനി മാനേജ്മെന്റുമായി ചർച്ച നടത്തി നമ്മുടെ റിട്ടയർമെന്റിന് ശേഷമുള്ള ആ ഒരു ലൈഫ് പീസ്ഫുൾ, സമാധാനപരമാക്കി നമ്മുടെ ട്രേഡ് യൂണിയൻസ് തരുന്നു, സമാധാനപരമാക്കാൻ അവര് ശ്രമിക്കുന്നു. ഓക്കെ ആണോ? എന്താണ് നമ്മുടെ ട്രേഡ് യൂണിയൻസ് എംപ്ലോയീസിന്റെ സുരക്ഷിതത്വത്തിനായി സഹായിക്കാൻ ശ്രമിക്കുന്നു അല്ലെ. എന്താണ് നമുക്കിടെ ഒരു കമ്പനിയിൽ നിന്ന് വിരമിക്കലിന് ശേഷം അല്ലെ നമുക്ക് വേണ്ട വിരമിക്കൽ ആനുകൂല്യത്തിനെ കുറിച്ചും നമുക്ക് തരേണ്ട മറ്റു അലവൻസുകളെ കുറിച്ചും നമ്മുടെ മാനേജ്മെന്റുമായിട്ട് ചർച്ച നടത്തി വിരമിക്കലിന് ശേഷം എന്താണ് ആ ഒരു എംപ്ലോയീസിന് സമാധാനപരമായിട്ടുള്ള ഒരു ലൈഫ് ഉറപ്പുവരുത്തുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് trade unions ensure that the management contributes an appropriated share to the statutory fund on a regular basis അല്ലെ. നമ്മ കോൺട്രിബ്യൂട്ടറി ബെനിഫിറ്റ്സുകൾ പഠിച്ചു അല്ലെ. അപ്പൊ ആ ഒരു കോൺട്രിബ്യൂട്ടറി ബെനിഫിറ്റ്സുകൾ നമ്മുടെ മാനേജ്മെന്റ് അല്ലെ നമ്മുടെ കമ്പനി എന്ത് ചെയ്യണം? അവരുടെ ഭാഗത്ത് നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ എടുക്കണം അല്ലെ, ആണോ? സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നിയമപരമായിട്ടുള്ള ഫണ്ടിലേക്ക് നടക്കണ്ടേ. അപ്പൊ എന്താണ് നമ്മുടെ ട്രേഡ് യൂണിയൻസ് നമ്മുടെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ഉചിതമായിട്ടുള്ള ഒരു ഷെയർ നമ്മുടെ ആ ഒരു നിയമാനുസൃത ഫണ്ടിലേക്ക് അവര് റെഗുലർ ബേസിസിൽ അടക്കുന്നുണ്ടോ, അവര് പേ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും ഉറപ്പുവരുത്തുന്നു. ഓക്കെ ആണോ? These funds help the employees in protecting their future welfare അല്ലെ. അപ്പൊ ആ ഒരു ഫണ്ട് എന്താണ് എംപ്ലോയീസിനെ അവർ ഫ്യൂച്ചർ വെൽഫെയറുമായി ബന്ധപ്പെട്ടിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യുകയും അല്ലെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? ഈ ഫണ്ടുകൾ നമ്മുടെ അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ അടക്കുന്നത് കൊണ്ട് എന്താണ് ജീവനക്കാരുടെ ഭാവിക്ഷേമം സംരക്ഷിക്കാനും ഇത് നമ്മുടെ ട്രേഡ് യൂണിയൻസ് സഹായിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ. നെക്സ്റ്റ് പറയുന്നത് ടു പ്രൊവൈഡ് ഇമോഷണൽ സെക്യൂരിറ്റി അല്ലെ. എന്താണ് നമ്മുടെ എംപ്ലോയീസിന് ഒരു ഇമോഷണൽ സെക്യൂരിറ്റി അല്ലെ, വൈകാരികമായിട്ടുള്ള ഒരു സംരക്ഷണം കൂടി നമ്മൾ ട്രേഡ് യൂണിയൻസ് നൽകുന്നു. Another important objective of trade union is to improve and better the relation of employees and the employer with each other അല്ലെ. എന്താണ് നമ്മുടെ ട്രേഡ് യൂണിയൻസിന്റെ മറ്റ് another important objective എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എംപ്ലോയറും എംപ്ലോയീസും തമ്മിലുള്ള ആ ഒരു റിലേഷൻ അല്ലെ ബെറ്റർ ആക്കുകയും അത് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അല്ലെ ട്രേഡ് യൂണിയനും തമ്മിലുള്ള. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു വർക്ക് പ്ലേസിൽ നമ്മുടെ എംപ്ലോയർ നമ്മുടെ തൊഴിലുടമയുമായിട്ട് നമ്മൾ നല്ലൊരു റിലേഷനിലല്ല, എപ്പോഴും പ്രശ്നങ്ങളാണെങ്കിൽ നമുക്കൊരു ഇമോഷണൽ ഒരു എങ്ങനെയായിരിക്കും നമ്മുടെ ഫീലിങ്സ്? നമുക്ക് നമ്മുടെ വർക്കുകൾ ഇഫക്റ്റീവ് ആയിട്ട് നല്ല രീതിയിൽ സാഡ് ആയിരിക്കും അല്ലെ. നമ്മുടെ വർക്കുകളെ നമുക്ക് ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റുമോ?
നമുക്ക് എപ്പോഴും ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ, ടെൻഷനും മറ്റു കാര്യങ്ങളായിരിക്കും അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ ട്രേഡ് യൂണിയൻസ് നമ്മുടെ എംപ്ലോയീസും എംപ്ലോയറും അവർ തമ്മിലുള്ള ആ ഒരു പരസ്പരമുള്ള ആ ഒരു റിലേഷൻ ബെറ്റർ ആക്കുകയും പിന്നെന്താണ് അത് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് they negotiate a lot on a regular basis with the management of the company and resolve workplace grievance of the employees by using proper means, and thus they are able to create cordial relationship between the superior and the subordinate. എന്താണ് നെക്സ്റ്റ് പറയുന്നത്? നമ്മുടെ എംപ്ലോയീസും എംപ്ലോയേഴ്സും തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങളെ ഗ്രീവൻസ് എന്താണ് പരാതികള് നമ്മുടെ ട്രേഡ് യൂണിയൻസ് ശരിയായ രീതിയിൽ അല്ലെ എന്താണ് കറക്റ്റ് രീതിയിൽ അത് പരിഹരിക്കുകയും അവര് തമ്മിലുള്ള നമ്മുടെ സുപ്പീരിയറും സബോർഡിനേറ്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? നമ്മുടെ എംപ്ലോയീസും ഇനി മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയറുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികള് ശരിയായ രീതികൾ ഉപയോഗിച്ച് എന്താണ് പതിവായി ധാരാളം ചർച്ചകൾ നടത്തി നമ്മുടെ ട്രേഡ് യൂണിയൻസ് അത് പരിഹരിക്കുകയും നമ്മുടെ എംപ്ലോയീസും അവിടുത്തെ സുപ്പീരിയറും സബോർഡിനേറ്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ അല്ലെ കോർഡിയൽ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ട്രേഡ് യൂണിയൻ ഇസ് എൻ എഫക്റ്റീവ് ടൂൾ അല്ലെ. നമ്മുടെ ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്നത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂൾ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? ഫോർ മെയിൻറ്റെയിനിങ് ഇമോഷണൽ സെക്യൂരിറ്റി ഓഫ് ദി എംപ്ലോയീസ് ആസ് ഇറ്റ് എൻഷുർ പീസ് ആൻഡ് ഹാർമണി അറ്റ് ദ വർക്ക് പ്ലേസ് സക്സസ്ഫുള്ളി അല്ലേ. എന്താണ് നമ്മുടെ വർക്ക് പ്ലേസിൽ നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്കൊരു സമാധാനവും ഒരു ഐക്യവും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അല്ലെ ഐക്യവും നൽകി നമ്മുടെ എംപ്ലോയീസിന്റെ ആ ഒരു ഇമോഷണൽ സെക്യൂരിറ്റി അല്ലെ വൈകാരികമായുള്ള ആ ഒരു സുരക്ഷിതത്വം നിലനിർത്തുന്നതിനുള്ള ഒരു എഫക്റ്റീവ് ടൂൾ ആണ് ട്രേഡ് യൂണിയൻസ്. ഓക്കെ ആണോ? നമ്മുടെ വർക്ക് പ്ലേസിൽ നമുക്കൊരു സമാധാനവും അവരെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കിടയിൽ ഒരു ഐക്യവും ഉണ്ടെങ്കിലാണ് അല്ലെ നമുക്കൊരു ഇമോഷണൽ സെക്യൂരിറ്റി നമുക്കൊരു ആ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഒരു താല്പര്യം അല്ലെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത് അല്ലെ. ഇപ്പൊ നിങ്ങളുടെ മാനേജർ ഏത് നേരവും നിങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്ര നല്ല രീതിയിൽ ചെയ്താലും നിങ്ങളിപ്പോ ചെയ്യുന്നത് ശരിയല്ല തെറ്റാണെന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ഒരുപാട് നിങ്ങളോട് ഷൗട്ട് ചെയ്യൊക്കെയാണെങ്കിൽ എന്നിട്ട് അവിടെ വർക്ക് ചെയ്യാൻ തോന്നോ? ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സമാധാനവും പീസും അല്ലെ അങ്ങനെ ഒരു ഐക്യവും അവിടെ ആ ഒരു വർക്ക് പ്ലേസിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ സബോർഡിനേറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ താഴെയുള്ള ആളുകളെ സുപ്പീരിയർ ആയിക്കോട്ടെ അല്ലെ അവർക്കിടയിൽ ഒരു ഐക്യവും കൊണ്ടുവന്ന് നമ്മുടെ എംപ്ലോയീസിന് ഒരു ഇമോഷണൽ സെക്യൂരിറ്റി നിലനിർത്തുന്നതിനുള്ള ഒരു ഇഫക്റ്റീവ് ടൂൾ ആയിട്ടും നമ്മുടെ ട്രേഡ് യൂണിയൻസ് പ്രവർത്തിക്കുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ടു മെയിൻറ്റെയിൻ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അല്ലെ എന്താണ് നമ്മുടെ ട്രേഡ് യൂണിയൻസ് പൊളിറ്റിക്കൽ സ്വാധീനം അല്ലെ രാഷ്ട്രീയ സ്വാധീനം നിലനിർത്താൻ ശ്രമിക്കുന്നു അല്ലെ. ഓൾ ദ ട്രേഡ് യൂണിയൻസ് ആർ അസോസിയേറ്റഡ് വിത്ത് ഡിഫറെന്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഓഫ് ദി കൺട്രി. എന്താണ് നമ്മുടെ ട്രേഡ് യൂണിയൻസ് എല്ലാ ട്രേഡ് യൂണിയനുകളും നമ്മുടെ രാജ്യത്തിന്റെ അല്ലെ വ്യത്യസ്ത പൊളിറ്റിക്കൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ. എന്താണ് നമ്മുടെ എല്ലാ ട്രേഡ് യൂണിയൻസും നമ്മുടെ രാജ്യത്തെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. They do so in order to increase their leverage or bargaining powers. എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ ബാർഗെയിനിങ് പവർ അവരുടെ ആ ഒരു ചർച്ച നടത്തുന്നതിനുള്ള ആ ഒരു പവർ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി. Nowadays, having connection and relation with various political parties has become a common feature of trade unions. ഇപ്പോഴത്തെ
സിറ്റുവേഷനിൽ nowadays ഇപ്പോൾ എന്താണ് നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? having connection and relation with various political parties has become a common feature of trade unions. നമ്മുടെ വേരിയസ് പല പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെ, പല രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് നമ്മുടെ ട്രേഡ് യൂണിയൻസിനുള്ള ആ ഒരു റിലേഷനും ആ ഒരു കണക്ഷനുമാണ് നമുക്ക് ട്രേഡ് യൂണിയൻസിന് കാണാനുള്ള, ഇപ്പോഴത്തെ ട്രേഡ് യൂണിയൻസിന് കാണാനുള്ള സവിശേഷത അല്ലെ, കോമൺ ആയിട്ടുള്ള സവിശേഷത എന്ന് പറയുന്നത്. സംടൈംസ് ഇതാണ്, ഒന്നുകൂടെ പറയാം മിസ്. ഇപ്പോ ഈ പ്രസന്റ് സിറ്റുവേഷനിൽ nowadays അല്ലെ നമുക്ക് കാണാൻ, നമ്മൾ ട്രേഡ് യൂണിയൻസിന്റെ ഇടയിൽ കാണാൻ പറ്റുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? പല അല്ലെ വേരിയസ് പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെ, വ്യത്യസ്ത പൊളിറ്റിക്കൽ പാർട്ടി രാഷ്ട്രീയ പാർട്ടികളില് നമ്മുടെ ട്രേഡ് യൂണിയൻസിനുള്ള ആ ഒരു ബന്ധവും അവർ തമ്മിലുള്ള ആ ഒരു കണക്ഷനുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന സവിശേഷത എന്ന് പറയുന്നത്. എന്തിനാണ് അവർ ഈ ട്രേഡ് യൂണിയൻസിൽ അംഗങ്ങളാകുന്നത്? അവർക്ക് ബാർഗൈനിങ് പവർ കൂടുന്നുണ്ടോ? അവരുടെ പവർ കൂടുന്നുണ്ട് അല്ലെ? ട്രേഡ് യൂണിയൻസിന്റെ പവർ കൂടുന്നില്ലേ ട്രേഡ് യൂണിയൻ പൊളിറ്റിക്കൽ പാർട്ടീസിൽ വരുമ്പോൾ? ആണോ? രാഷ്ട്രീയം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് പറയുന്നത് സംടൈംസ് ട്രേഡ് യൂണിയൻ, ഇപ്പൊ നമ്മ ഒരു ട്രേഡ് യൂണിയൻസ് നമ്മൾ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അപ്പൊ പക്ഷെ അവര് അധികാരത്തിൽ വരുമ്പോൾ ആ ഒരു ട്രേഡ് യൂണിയൻസിന്റെ ശക്തി പവർ വർദ്ധിക്കുകയാണോ ചെയ്യുന്നത്? വർദ്ധിക്കുകയാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പവർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ടെന്ന്, നമ്മുടെ ട്രേഡ് യൂണിയൻസ് വ്യത്യസ്ത പാർട്ടികളിൽ ഉൾപ്പെടുന്നുണ്ട്, വ്യത്യസ്ത പാർട്ടികളുമായി ബന്ധപ്പെടുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് സംടൈംസ് ട്രേഡ് യൂണിയൻസ് seems to be working as partners and associates of political parties. അല്ലെ? ചില സമയത്ത് സംടൈംസ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? ട്രേഡ് യൂണിയൻസ് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസിലെ പാർട്ട്നേഴ്സ് ആകുന്നത് അല്ലെ, പങ്കാളികളാകുന്നതും അവരുടെ സഹകാരികളാകുന്നത് അല്ലെ, അവരുടെ അസോസിയേറ്റ്സുകളായി പ്രവർത്തിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നു. നമുക്ക് ഇലക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് ട്രേഡ് യൂണിയൻസ് ഒക്കെ അവർക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് അല്ലെ? കണ്ടിട്ടുണ്ട് അതൊക്കെ? ഇലക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് എംപ്ലോയീസിൽ നിന്ന് ആ ഒരു വോട്ട് നേടുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടോ? എന്താണ് ചില സമയങ്ങളില് നമ്മുടെ ട്രേഡ് യൂണിയൻ നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ടെന്ന്? ട്രേഡ് യൂണിയൻസ് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസിലെ പാർട്ട്നേഴ്സ് ആകുന്നതും പങ്കാളികളാകുന്നതും അവരുടെ എന്താണ് സഹകാരികൾ അസോസിയേറ്റ്സുകളായി പ്രവർത്തിക്കുന്നതും കാണാൻ സാധിക്കുന്നു. ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് the political powers thus gained by union is used for the benefits of employees and in order to protect their interest. അല്ലെ? എന്താണ് ഈ ഒരു പൊളിറ്റിക്കൽ പവേഴ്സ് അവർ എന്തിനു വേണ്ടിയിട്ടാണ് ആർജിച്ചെടുക്കുന്നത്? ട്രേഡ് യൂണിയൻസ് ഇങ്ങനെയുള്ള ആ ഒരു പൊളിറ്റിക്കൽ പവർ അവരെന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെ നമ്മുടെ ട്രേഡ് യൂണിയൻസിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു രാഷ്ട്രീയ അധികാരം അവരെന്ത് ചെയ്യുന്നുണ്ട്? ജീവനക്കാരുടെ താല്പര്യങ്ങൾ അല്ലെ, പ്രൊട്ടക്ട് ദെയർ ഇൻട്രസ്റ്റ്, അവരുടെ ബെനിഫിറ്റ്സുകളും അവരുടെ താല്പര്യങ്ങളും സംരക്ഷിക്കാനായി ഉപയോഗിക്കുന്നു എന്ന് പറയാം അല്ലെ? ട്രേഡ് യൂണിയൻസ് എന്തിനാണ് പ്രവർത്തിക്കുന്നത്? എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റുകളും അവരുടെ നീഡ്സുകളും സാറ്റിസ്ഫൈ ചെയ്യിക്കാനല്ലേ? ആണോ? അപ്പൊ നമ്മുടെ ട്രേഡ് യൂണിയൻസ് ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിൽ അംഗങ്ങളായി അവർ അധികാരം നേടിയെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ബെനിഫിറ്റ്സുകൾ അല്ലെ, ബെനിഫിറ്റ്സുകളും അവരുടെ താല്പര്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത്
to ensure industrial democracy and equity. എൻക്വയറി എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. എൻക്വയറി അല്ല കേട്ടോ, ഇക്വിറ്റി എന്നാണ് കേട്ടോ, ഐക്യം ഇക്വിറ്റി എന്നാണ്. അതൊന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ അല്ലേ? കറക്റ്റ് ചെയ്തോ? ഓക്കെ. Regular elections are conducted in trade unions to elect their leaders. അല്ലെ? എന്താണ് റെഗുലർ ആയിട്ടുള്ള എലക്ഷൻസ് ഒക്കെ അവർ നടത്തിയെങ്ങാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ട്രേഡ് യൂണിയൻസ് അവരുടെ നേതാക്കളെ തിരഞ്ഞെടുക്കുന്നു, അല്ലെ? എലക്ട് ചെയ്യുന്നു. ദിസ് പ്രാക്ടീസ് പ്രൊമോട്ട്സ് ഡെമോക്രസി വാല്യൂ എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്. അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു എലക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആ ഒരു പരിപാടികൾ പ്രവർത്തനങ്ങൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അവർക്കിടയിൽ എന്താണ് വരുന്നത്? ഒരു ജനാധിപത്യം വരുന്നുണ്ട്, അല്ലെ? ഡെമോക്രാറ്റിക് വാല്യൂ വരുന്നുണ്ടോ? ജനാധിപത്യ മൂല്യം കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ ദിസ് പ്രാക്ടീസ് പ്രൊമോട്ട്സ്, അല്ലെ? ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ മെമ്പേഴ്സിന്റെ ഇടയിൽ ഒരു ജനാധിപത്യ മൂല്യം കൊണ്ടുവരാൻ സാധിക്കുന്നു. ഇറ്റ് ഓൾസോ ഗിവ്സ് ഡ്യൂ പവർ ടു ലോവർ ലെവൽ എംപ്ലോയീസ് ടു ടേക്ക് പാർട്ട് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഇൻ ആൻ ഇൻഡയറക്റ്റ് വേ, ദാറ്റ് ഈസ് ബൈ ചൂസിങ് ദെയർ ലീഡേഴ്സ്. അല്ലെ? അങ്ങനെ ചെയ്യുന്ന നമ്മ അങ്ങനെയുള്ള ഒരു ലീഡറെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ലോ ലെവലിലുള്ള ആളുകളെയും കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നില്ലേ? എംപ്ലോയീസിനെ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്, അല്ലെ? അപ്പൊ എന്താണ്? ഇറ്റ് ഓൾസോ ഗിവ് ഡ്യൂ പവർ, അല്ലെ? ഇത് നമ്മുടെ എംപ്ലോയീസ് ടു ദി ലോവർ ലെവൽ ഓഫ് ലോവർ എംപ്ലോയീസ് ടു ടേക്ക് പാർട്ട് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. എന്താണ്? നമ്മുടെ എംപ്ലോയീസിനെ ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെ? എന്താണ്? ഒരു ഡിസിഷൻ ഉണ്ടാക്കുന്നതില് എന്താണ് എല്ലാവരും ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന ചിന്ത അവർക്ക് വരുന്നുണ്ടോ? അവർക്ക് പവർ കൊടുക്കുന്നുണ്ട്, അല്ലെ? അവർക്കും കൂടി ഒരു ശക്തി കൊടുക്കുന്നുണ്ടെന്നുള്ള ചിന്ത അവർക്ക് വരാണ്, അല്ലെ? ബൈ ചൂസിങ് their leaders. എന്താണ്? തീരുമാന പ്രക്രിയയില്, ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയില് എന്താണ്? പരോക്ഷമായ രീതിയിൽ എല്ലാ ജീവനക്കാരെയും, അല്ലെ? അതായത് അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കാൻ എടുക്കുന്ന ആ ഒരു പ്രോസസ്സിലൂടെ, ആ ഒരു പ്രക്രിയയിലൂടെ എല്ലാവരെയും താഴെ തട്ടിലുള്ള ജീവനക്കാരെ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത അവർക്കിടയിൽ ഉണ്ടാക്കാൻ കാരണമാകുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് this exercise ensure that each and every members of the union may become an office bearer of the union. അല്ലെ? എന്താണ്? ഈ പ്രക്രിയയിലൂടെ, ഈ ഒരു എക്സസൈസ്, അതായത് നമ്മൾ ഒരു ലീഡറിനെ എലക്ട് ചെയ്ത്, അല്ലെ, തിരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രക്രിയയിലൂടെ ഓരോ അംഗത്തിനും ആ ഒരു യൂണിയന്റെ ഭാരവാഹികളാകാൻ സാധിക്കുന്നില്ലേ? ഓഫീസ് ബെയറർ എന്ന് പറഞ്ഞാൽ ഭാരവാഹികളാകാൻ സാധിക്കുന്നില്ലേ? ഓരോരുത്തരും വോട്ട് ചെയ്താണ്, അല്ലെ, അവരെ ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ എന്താണ്? ഈ ഒരു പ്രക്രിയയിലൂടെ ഓരോ മെമ്പേഴ്സിനും, ആ ട്രേഡ് യൂണിയൻസിലുള്ള ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സ്, അല്ലെ, ഓരോ മെമ്പേഴ്സിനും എന്താണ്? ആ ഒരു യൂണിയൻസില് അംഗങ്ങളാകാൻ, ഭാരവാഹികളാകാൻ കഴിയുന്നു. That is he can take part in the collective bargaining process with his employer, അല്ലെ? നമ്മുടെ എംപ്ലോയറുമായിട്ടുള്ള ആ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ്, അല്ലെ, കൂട്ടായ ചർച്ചയിലെ എല്ലാ ആളുകളെയും കൂടി ഉൾപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്, അല്ലെ? ആണോ? എല്ലാവരുടെ തീരുമാനങ്ങളല്ലേ നമ്മുടെ ട്രേഡ് യൂണിയൻസ് അറിയിക്കുന്നത്, അല്ലെ? എല്ലാ ആളുകളുടെയും തീരുമാനങ്ങളാണ്, അല്ലെ? എല്ലാവരുടെയും ഐഡിയാസ്, തോട്ട്സുകളാണ്, അല്ലെ, നമ്മുടെ ട്രേഡ് യൂണിയൻസ് മാനേജ്മെന്റിനെ അറിയിക്കുന്നത്. അപ്പൊ എന്താണ്? ഹി ക്യാൻ ടേക്ക് പാർട്ട് ഇൻ ദ കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ് വിത്ത് ഹിസ് എംപ്ലോയർ. എന്താണ്? നമ്മുടെ തൊഴിലുടമയുമായുള്ള ബാർഗെയിനിങ് പ്രോസസ്സിൽ, അല്ലെ, കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്, കൂട്ടായ ചർച്ചാ പ്രക്രിയയിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ്, thus it can be said that trade unions also aim at attaining industrial democracy, equity and peace among all the employees and employers. നമ്മുടെ ട്രേഡ് യൂണിയൻസിന്റെ എല്ലായ്പ്പോഴും, ഓൾവേസ് എയിം, എല്ലാ സമയത്തെയും ലക്ഷ്യം, എയിം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എംപ്ലോയീസിന്റെ, എംപ്ലോയർ, അല്ലെ, തൊഴിലാളികളുടെയും തൊഴിലുടമയുടെയും ഇടയിൽ ഒരു വ്യവസായിക
ജനാധിപത്യവും അവര് തമ്മിലുള്ള ഒരു ഇക്വിറ്റിയിലെ തുല്യതയും അവര് തമ്മിലുള്ള ഒരു സമാധാനവും കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ട്രേഡ് യൂണിയൻസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? സ്മിത ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? പറയേ. ഓക്കെ, അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് റോൾ ഓൺ ഫങ്ഷൻസ് ഓഫ് ട്രേഡ് യൂണിയൻസ് ആണ് കേട്ടോ മിസ് എടുക്കേണ്ടത്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് എടുക്കേ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.